إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല ഓരോ സമയങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. നാം മനസ്സിലാക്കിയതുപോലെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ അറഫാ ദിനത്തിന് പ്രാധാന്യമുണ്ട്. മനുഷ്യരിൽ തന്നെ ചിലരേക്കാൾ പ്രാധാന്യമുണ്ട്. നബിമാരിലും പ്രത്യേകതകളുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിലും ഉത്തമന്മാര് ഉണ്ട്. അതുപോലെ മാസങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പുണ്യമാക്കി വെച്ച, പ്രത്യേകമാക്കി വെച്ച, ശ്രേഷ്ഠത നൽകിയ ഒരു മാസമാണ് റമദാൻ മാസം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അറബി മാസങ്ങളിൽ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ ഒരു മാസമാണ് റമദാൻ മാസം. ഖുർആനിലെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് അൽ ബഖറയിലെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. അറബികൾക്കിടയിൽ പല പേരുകളും ഈ മാസം അറിയപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഷഹ്റുൽ ഖുർആൻ. ഖുർആന്റെ മാസം എന്നൊരു പേരുണ്ട്. ഷഹ്റു റമദാന്റെ പുറമെ ഷഹ്റുൽ ഖുർആൻ, ഷഹ്റു സുബ്ർ ക്ഷമയുടെ മാസം, ഷഹ്റു സിയാം നോമ്പിന്റെ മാസം, ഷഹ്റുൽ ഖിയാം ഖിയാമിന്റെ മാസം, ഷഹ്റു തംഹീസ് പരിശുദ്ധിയുടെ മാസം. അങ്ങനെ പല പേരിലും ഈ റമദാൻ മാസം അറബികൾക്കിടയിൽ അറിയപ്പെടുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. കുറച്ച് കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊരു മുന്നൊരുക്കം നടത്തൽ ആവശ്യമാണ്. നമുക്കൊക്കെ അറിയാം, ഹജ്ജിന് പോകുമ്പോൾ നമ്മളൊക്കെ ഒരു മുന്നൊരുക്കം നടത്തും. ഭൗതികമായി പാസ്പോർട്ടും അപേക്ഷകളും ഒക്കെ ശരിയാക്കുന്നതോടൊപ്പം തന്നെ ഹജ്ജിന്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും നമ്മൾ പങ്കെടുക്കുന്നത് അതെങ്ങനെ ചെയ്യണം എന്ന് പഠിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കാൻ. അതൊരു മുന്നൊരുക്കമാണ്.
എല്ലാറ്റിനും മുന്നൊരുക്കം ആവശ്യമാണ്. ഒരു യാത്ര പോകുകയാണെങ്കിൽ അതിനൊരു ഒരുക്കം ആവശ്യമാണ്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അതിനൊരു ഒരുക്കം ആവശ്യമാണ്. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനൊരു ഒരുക്കം ആവശ്യമാണ്. എല്ലാറ്റിനും ആവശ്യമാണ് ഒരു തയ്യാറെടുപ്പ്. വീട്ടിലൊരു അതിഥി വരുന്നുണ്ടെങ്കിലും അതാ വരുന്ന അതിഥിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരുക്കം. കാര്യപ്പെട്ട ആളാണെങ്കിൽ കാര്യമായിട്ട് ഒരുങ്ങും, സാധാരണക്കാരാണെങ്കിൽ സാധാരണമായിട്ട് ഒരുങ്ങും. അപ്പൊ നമുക്കൊരു മാനസികമായ ഒരുക്കം റമദാൻ മാസത്തിന് ആവശ്യമാണ്. സഹാബികളൊക്കെ മാനസികമായി റമദാൻ മാസത്തെ സ്വീകരിക്കാൻ തയ്യാറായവരായിരുന്നു എന്ന് സഹാബികൾ പ്രാർത്ഥന പറയുന്നത്. അല്ലാഹുമ്മ സല്ലിം ലീ ഇലാ റമളാൻ വസല്ലിംനി ഇലാ റമളാൻ വതസല്ലംഹു മിന്നി മുതഖബ്ബല. റമളാന്റെ മുമ്പ് അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പടച്ചോനോട്. അല്ലാഹുവേ, എന്നെ നീ റമളാനിലേക്ക് എത്തിക്കണം, എനിക്ക് നീ റമളാൻ തരണം, എന്നിട്ട് ആ റമളാനിനെ എന്നിൽ നിന്നും കബൂൽ ചെയ്യണമെന്ന്. വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മോടുകൂടെ നോമ്പ് നോറ്റിരുന്ന പല ആളുകൾ ഈ പ്രാവശ്യത്തെ നോമ്പിനില്ല എന്നതാണ്. എല്ലാവരും മരണപ്പെട്ടു പോയി. ഇനിയും നമ്മളുണ്ടാകുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നടക്കുക. അള്ളാഹുവാണ് കണക്കാക്കുക. നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത്ത്. മരണം അല്ലാഹ് നിശ്ചയിക്കുന്നതാണ്. അതിന് പ്രത്യേകമായ മുഖദ്ദിമാത്തുകൾ, മുഖവുരകളൊന്നുമില്ല. സമയമായാൽ നടക്കും. അതിന് പ്രത്യേക രോഗം വേണമെന്നോ പ്രത്യേക രോഗമുണ്ടായാൽ മരിക്കണമെന്നോ അങ്ങനെയൊന്നും നിബന്ധനകളും നിയമങ്ങളുമില്ല. അതൊക്കെ വേറെ, ഇത് വേറെ. അതുകൊണ്ട് തന്നെ സഹാബികളൊക്കെ, സലഫുസ്സാലിഹീങ്ങളായ ആളുകളൊക്കെ റമളാനിന്റെ മുമ്പ് റമളാൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. 6 മാസത്തോളം ആ പ്രാർത്ഥന നീണ്ടു നിൽക്കും. അല്ലാഹുവേ, അടുത്ത റമളാനിൽ എനിക്ക് ജീവിക്കാൻ തൗഫീഖ് തരണേ എന്നവർ പ്രാർത്ഥിക്കും. റമളാൻ വന്നാൽ അല്ലാഹുവേ, ഈ റമളാൻ കഴിയാതെ ഇനി എന്നെ മരിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഇതൊക്കെ നമുക്കും പ്രാർത്ഥിക്കാം. ആ ആയുസ് അല്ലാഹുവിന്റെ അടുത്ത് കിടക്കുന്നതാണ്. പ്രാർത്ഥന ഇല്ലാതെ അത് മാറ്റം വരൂല. റമളാൻ വന്നാൽ പിന്നെ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, ഈ റമളാനിൽ എന്നെ നീ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും എന്നാണ്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. നോക്കൂ, ഒരു കാലത്ത് അവർ ഡിവൈഡ് ചെയ്യാണ്. റമളാൻ വരുന്നത് വരെ അതിന് പ്രാർത്ഥിക്കുക, വന്നാൽ അത് നിലനിൽക്കാൻ പ്രാർത്ഥിക്കുക, കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക. അവരുടെ ആത്മീയമായ സ്വീകരണങ്ങളായിരുന്നു അത് എന്നാണ്. കാരണം തുൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സഹിയായ ഹദീസാണ്. 2 പേര് ഒപ്പം ജീവിച്ച കൂട്ടാളികളാണ്. അതിലൊരാള് ഷഹീദായി മരണപ്പെട്ടു. മറ്റൊരാള്, ഇയാള് മരിച്ചിട്ട് 1 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് മരിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഭവം. അപ്പൊ തുൽഹാ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാണ്. സ്വർഗത്തില് ആദ്യം ഷഹീദായവനേക്കാൾ കുറച്ചും കൂടി മുന്നിലാണ് 1 കൊല്ലം കഴിഞ്ഞ് സാധാരണ മരിച്ച ഈ മനുഷ്യൻ. നബിയോട് പറഞ്ഞു, ഇങ്ങനെ സ്വപ്നം കണ്ടല്ലോ. അതെ, അവർ 2 പേരും തമ്മിൽ ദൂരമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്താ കാരണം? അയാൾ 1 കൊല്ലം കൂടി ജീവിച്ചില്ലേ? ആ 1 കൊല്ലം കൂടി അവര് അമലുസ്സാലിഹാത്ത് ചെയ്തില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാനസികമായുള്ള ഷഹാദത്താണത്. മാനസികമായിട്ടുള്ള അദ്ദേഹം പിന്നെ ഷഹീദുൽ ഖാലിസ്
കൃത്യമായിട്ടുള്ളൊരു ഷഹീദായിരുന്നു അദ്ദേഹം എന്നാണ്. ക്രിയാത്മകമായിട്ട് ഷഹീദാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ദീനീ സേവനങ്ങളും ആരാധനകളും ഒക്കെ കണക്കെടുത്ത് അദ്ദേഹം 1 കൊല്ലം അധികം ജീവിച്ചപ്പോ അദ്ദേഹത്തിന് അധികം പ്രതിഫലമുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നാണ്. ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ്? മൻ ത്വാല ഉംറുഹു എന്നാണ്. കുറേ കാലം ജീവിച്ച ആളാണ് ഏറ്റവും ഉത്തമൻ. വെറുതെ ജീവിച്ചിട്ട് പോരാ. വഹസുന അമലുഹു എന്നാണ്. നല്ല അമലുകൾ ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പൊ നല്ല അമല് ചെയ്തിട്ട് കുറേ കാലം ജീവിക്കുന്നതാണ് വേഗം മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എന്നാണ്. ഏറ്റവും മോശം അപ്പം പറയേണ്ടതില്ലല്ലോ. ഒന്നും ചെയ്യാതെ വെറുതെ കുറെ കാലം ജീവിച്ചു പോയാൽ മോശമായ മനുഷ്യനാണ്. അപ്പൊ നല്ല മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവനാണ് ഏറ്റവും ഉത്തമമെന്ന്. അതുകൊണ്ട് റമദാൻ മാസത്തില് ആ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ നമ്മളൊന്ന് ഒരുങ്ങണം എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മർഹബൻ ബിശഹരിൻ ഖൈറുൻ കുല്ലുഹു. റമദാൻ വന്നാ പറയും സ്വാഗതം, മർഹബ, എല്ലാം ഖൈറാണ് എന്ന്. റമദാനിൽ എല്ലതും ഖൈറാണ്. ഖൈറുൻ കുല്ലു. അവിടെ തുഫത്തഹു അബ്വാബുൽ ജന്ന. അല്ലാഹ് ഒരുങ്ങുന്നുണ്ട് കണ്ടോ. സ്വർഗത്തിന്റെ വാതിലൊക്കെ ഒന്ന് തുറന്നിടും. ഒറ്റ വാതിലും അടഞ്ഞിട്ടുണ്ടാവില്ല. തുസഫ്ഫദു തുഗ്ലഖു അബ്വാബുന്ന. നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടക്കപ്പെടും, ഒറ്റൊന്നും തുറക്കൂല. തുസഫ്ഫദു ഫീഹി മറദത്തു ശയാത്തീൻ. പിശാചുക്കള്, പ്രത്യേകിച്ച് അതിൽ മോശമായ പിശാചുക്കളെ മുഴുവനും ചങ്ങലക്കിടും. വഫീഹി ലൈലത്തുൻ ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹർ. റമദാനിൽ ഒരു രാത്രിയുണ്ട്, അത് 1000 മാസങ്ങളെക്കാൾ പുണ്യമാണ്. ലൈലത്തുൽ ഖദർ. ആർക്കെങ്കിലും അത് ലഭിച്ചാൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമായിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാം. മാത്രല്ല യുസയ്യിനുല്ലാഹു ജന്നത്തഹു കുല്ല യൗമിൻ. അല്ലാഹു തആല സ്വർഗ്ഗം അലങ്കരിച്ചു കൊണ്ടിരിക്കുമെന്ന്. നമ്മളൊക്കെ ഒരാള് പെട്ടെന്ന് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ വേഗം മുറ്റടിച്ചു വരും. പെണ്ണുങ്ങളൊക്കെ അടിച്ചോരിയിട്ടില്ലെങ്കിൽ വേഗം പോയി മുറ്റടിച്ചു. ആൾക്കാരെ സ്വീകരിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം അലങ്കരിക്കും. അവർക്കൊരു പ്രത്യേക കവാടമുണ്ട്, റയ്യാൻ എന്ന അതിന്റെ പേര്. അവസാനം ചോദിക്കും, ഇനി ആരെങ്കിലും കയറാണ്ടോ? മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് കേട്ടിട്ടില്ലേ, കുറെ നേരം നിന്നിട്ട് ഇനി ആരെങ്കിലും കയറാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാരും കയറി എന്ന് പറയുമ്പോഴാണ് നമ്മൾ അല്ലാഹു അക്ബർ തക്ബീർ കെട്ടുക. അതുപോലെ സ്വർഗം റമദാൻ ആരെങ്കിലും ഇനി വല്ല നോമ്പേറിനും ബാക്കിയുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നതാണ്. അതതിന്റെ ഒരു പ്രാധാന്യമാണ്, അതൊരു പരിഗണനയാണ്. ആ മയ്യത്ത് നിസ്കരിക്കാൻ ഒന്നു കൊടുക്കുക, അവസാനം ഒന്നു കൊടുക്കണവന് ഒരു പരിഗണന ഉണ്ട് നിസ്കാരത്തില്. അവനതിൽ കൂടണം, നമ്മൾ പരിഗണിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന ആവശ്യമാണ്. അവൻ അവഗണിച്ച് നമ്മൾ കൈ കെട്ടാൻ പറ്റൂല. അതൊക്കെ സാമാന്യമായി നമുക്ക് അറിയണ കാര്യങ്ങളാണ്. അപ്പൊ അവസാനം പരലോകത്ത് ഒരു ചോദ്യമുണ്ട്, ഇനി ആരെങ്കിലും ഉണ്ടോ, വല്ല നോമ്പുകാരും ഇനി ബാക്കിയുണ്ടോ എന്ന് ഒക്കെ ഹദീസിൽ വന്നത്. അപ്പോ ഇല്ല എന്ന് പറയുമ്പോൾ ആ വാതിൽ അടക്കും എന്ന്. അതൊക്കെ അതിന്റെ പ്രാധാന്യം വിളിച്ചോന്നുണ്ട്. അതുകൊണ്ട് തന്നെ റമദാൻ മാസം വരുമ്പോൾ ഒരു നിയ്യത്ത് നമുക്കുണ്ടാകും, നല്ലൊരു നിയ്യത്ത്. എന്തിനും വേണ്ട നിയ്യത്ത്. നോമ്പിന് നിയ്യത്ത് വേണം, ഹജ്ജിന് നിയ്യത്ത് വേണം, സക്കാത്ത് നിയ്യത്ത് വേണം, എല്ലാറ്റിനും. അപ്പൊ റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. ഒന്ന് നമ്മൾ തീരുമാനിക്കും, അതിനുള്ള സമയം ആയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് വേണ്ടി ഒരുങ്ങുന്ന, അതിനാണ് ശഅബാനില് കൂടുതൽ നോമ്പ് നോറ്റിരുന്നു എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വരികയാണ്, റമദാൻ വരികയാണ്. അപ്പൊ ഒന്ന് ഒരു ഒരുക്കം, ഒരു പ്രാക്ടീസ്. അപ്പൊ ഒന്ന് ഒരുങ്ങുക. റമദാൻ മാസം ആവുമ്പോ ഒന്ന് ഒരുങ്ങണം, ആവശ്യം. നല്ലൊരു നിയ്യത്ത് വേണം. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ ചെയ്യാൻ അവന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പരിപൂർണമായി ചെയ്തതുപോലെയുള്ള പ്രതിഫലം അവന് കിട്ടും എന്നാണ്. എല്ലാ അമലും അങ്ങനെ തന്നെ. ഹജ്ജിന് ഒരാളെല്ലാവർക്കും ശരിയായി, പക്ഷെ പോകാൻ പറ്റിയില്ല, മരിച്ചുപോയി.
ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ ഒരു നിയ്യത്ത് നമ്മൾ വെക്കുക, ഈ റമദാനിൽ ഞാനൊന്ന് നേരാവും, നന്നാവും. 11 മാസവും തോന്നിയ പോലെ നടന്നിട്ട് ഒരു മാസം പടച്ചോനെ സൂപ്പിടാനുള്ള പരിപാടി അല്ല കേട്ടോ. അങ്ങനെ കുറെ ആൾക്കാർ കരുതിയവരുണ്ട്. അതല്ല, മനസ്സിൽ വെക്കുക, ഈ പ്രാവശ്യം റമദാൻ മാസം പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന്. ഇനി നമ്മൾ മരിച്ചു പോയാലും കുഴപ്പമില്ല, കാരണം ഈ റമദാനിലുള്ള അമലുകളും ഇതിലേക്ക് വരവെക്കും. അങ്ങനെയൊക്കെയാണല്ലോ, ഓരോന്നിനൊരു കണക്കുണ്ട്. ഈ റമദാനിന്റെ എല്ലാ പ്രതിഫലവും അങ്ങനെ ഒരു നിയ്യത്ത് നമ്മൾ വെച്ചാൽ തന്നെ നമുക്ക് ലഭിക്കും എന്നതാണ്. അതുകൊണ്ട് ശഅബാനൊക്കെ 15 കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് റമദാൻ എന്നൊരു നിയ്യത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഈ റമദാനിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഒറ്റ തറാവീഹും മുടക്കൂല, അല്ലെങ്കിൽ ഒറ്റ ജമാഅത്തും മുടക്കൂല. എവിടെയാണോ പോകുന്നത് അവിടെ ജമാഅത്തിന് കൂടും. ഖുർആൻ ഒരു 30 ജുസ് എങ്കിലും ഞാനൊരാവർത്തി വായിക്കും, പറ്റെങ്കിൽ അതിന്റെ അർത്ഥവും ഒന്ന് നോക്കും. ദീനിയായ ഇൽമുകൾ പഠിക്കും, സകാത്ത് കൊടുക്കും, സദഖ നിർവഹിക്കും എന്നൊക്കെ ഇപ്പൊ തന്നെ തീരുമാനിച്ചാൽ, റമദാന്റെ മുമ്പ് മരിച്ചാലും ഈ റമദാനിൽ തീരുമാനിച്ച ആ തീരുമാനത്തിന് അല്ലാഹു തആല പ്രതിഫലം ചെയ്യുമെന്നാണ്. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണ്. തിന്മക്ക് അങ്ങനല്ല, തിന്മക്ക് തിന്മയുടെ പ്രതിഫലമേ ഉള്ളൂ. ജസാഅൻ വിഫാഖ, സൂറത്ത് അമ്മയത്ത് സാഅലൂനിൽ കാണാം, നിങ്ങൾ ഓതുമ്പോ ജസാഅൻ വിഫാഖ, യോജിച്ച പ്രതിഫലം എന്നാണ്. തിന്മ ചെയ്താൽ തിന്മയുടെ ശിക്ഷയാണ് കിട്ടുള്ളൂ. എന്നാലോ നന്മ ഉദ്ദേശിച്ചാൽ പോലും കൂലി കിട്ടും. മാത്രമല്ല അൽ ഹസനതു ബിഅശ്രി അംസാലിഹ, നന്മയാണ് ചെയ്തതെങ്കിൽ, നന്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ 10 ഇരട്ടി പ്രതിഫലം കിട്ടും എന്നാണ്. അതിന് അല്ലാഹ് പരിചയപ്പെടുത്തിയത് ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. അങ്ങനെയാണ്, ജസാഅൻ മിർ റബ്ബിക, റബ്ബിന്റെ പ്രതിഫലം മാത്രമല്ല, ഈക്വൽ മാത്രമല്ല, അതാഅൻ ഹിസാബ, വെറുതെ പ്ലസ് കുറച്ചുകൂടി കൊടുക്കും എന്നാണ്. അപ്പൊ ഒരു നന്മ ഉദ്ദേശിച്ചാലും നന്മ ചെയ്താലും അല്ലാഹു തആല 10 വീതം പ്രതിഫലം തരുമെന്നാണ്. ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അല്ലാഹു തആല അതിന് പ്രതിഫലം തരും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയ്യത്ത് നന്നാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തൗബ, നമ്മുടെ മനസ്സ് നന്നാക്കുക. മനസ്സ് നന്നാക്കാതെ അതിന്മ എത്ര നല്ലതായിട്ടും കാര്യമില്ല. നോക്കൂ, നിലം വൃത്തിയില്ല, വൃത്തിയില്ലാത്ത നിലത്ത് എത്ര നല്ലത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഖൽബ് ശരിയാവണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. തഖ്വ അതാണ്, സൂക്ഷ്മത. അത്തഖ്വ ഹാഹുന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അത്തഖ്വ ഹാഹുന, മനുഷ്യന്റെ താടിയോ തലയെട്ടോ പിന്നെ വസ്ത്രമോ ഒന്നുമല്ല, കാട്ടിക്കൂട്ടലുകളൊന്നുമല്ല. അത് ഒരു ഹൃദയത്തിന്റെ അവസ്ഥയാണ്. ഈമാൻ ഉണ്ടെങ്കിൽ തഖ്വയുണ്ടാവും. ആ തഖ്വ ഉണ്ടാകും, മനസ്സ് നന്നാൽ. മനസ്സിൽ ആരോടും ഒരു പകയും ഉണ്ടാവാൻ പാടില്ല. അത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു കാരണമാണ്. ഒരു മനുഷ്യനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇയാൾ സ്വർഗത്തിലാണ്. അപ്പൊ മൂപ്പര് പിന്നാലെ നടന്ന് അന്വേഷിച്ചു, അയാളിപ്പോ എന്താ അത്ര പ്രത്യേകം ചെയ്യണെന്ന്. അവസാനം അന്വേഷിച്ച് ചെന്നെത്തിയപ്പോ പ്രത്യേകം ഒന്നും മൂപ്പര് ചെയ്യണില്ല. അവസാനം ചോദിച്ചു മൂപ്പരോട്, നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇബാദത്ത് ചെയ്യണ്ടോ, ഞങ്ങൾക്കൊന്ന് പഠിക്കാം. സഹാബികൾ അങ്ങനെയാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ ആരോടും ഒരു പ്രയാസമില്ല, ആരോടും ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഒരു കുശുമ്പും ഒരു പോരും ഒന്നും എന്റെ മനസ്സിലില്ല. അതാ മനസ്സിന്റെ ക്ലിയർ എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹി യസ്തഖീമു ഈമാനുൽ അബ്ദി ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരു മനുഷ്യന്റെ ഈമാൻ ശരിയാവണമെങ്കിൽ അവന്റെ ഖൽബ് ശരിയാവണമെന്ന്. വലാ യസ്തഖീമ ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, ഖൽബ് ശരിയാവണമെങ്കിൽ നാവ് ശരിയാവും. യഥാർത്ഥത്തിൽ നോമ്പ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമസ്സിയാമു മിനൽ ലഹ്വി വറഫസി എന്ന, ലൈസത്ത് സിയാമു മിനൽ അക്ലി വശുർബ്, തീറ്റയിൽ നിന്നല്ല നോമ്പ്, കുടിയിൽ നിന്നല്ല നോമ്പ്. നമ്മൾ അങ്ങനെ ശീലിച്ചിട്ട് നോമ്പ് നോറ്റിട്ട് ശീലിച്ചിട്ടുള്ളത്, പട്ടിണി അടക്കല നമ്മൾ ശീലിച്ചത്. ആ പട്ടിണി അല്ല നോമ്പ്, അത് വേണ്ടെന്നല്ല, അതൊരു എന്റെ ഒരു കാര്യമാണ്, എന്റെ ഒരു ഡിമാൻഡിൽ പെട്ടതാണ്.
അതോടൊപ്പം ഇന്നമസ്സൗമു മിനൽ ലഹ്വി വറഫസി, മോശമായ കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. അള്ളാന്റെ അടുത്ത് റസൂലിന്റെ അടുത്ത് വന്ന് ചോദിക്കുക, അല്ല റസൂലെ ഏറ്റവും നല്ല അമലുകൾ ഏതാണ്? അപ്പൊ നിസ്കാരം, നോമ്പ്, ഹജ്ജൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അലാ അദുല്ലുക ബിമിലാക്കി ദാലിക കുല്ലിഹി, ഈ എല്ലാ പ്രതിഫലവും കിട്ടുന്ന ഒരു വസ്തു നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് വെച്ചു. എല്ലാ പ്രതിഫലവും ഒപ്പം കിട്ടും. അതെന്താണ്? കുഫ്ഫ അലൈക ഹാദാ. നബി തങ്ങൾ നാവുമ്മണ് പിടിച്ചിട്ട് പറഞ്ഞു, ഇതിനെ പിടിച്ചു വെച്ചാൽ മതി, ഒക്കെ ശരിയാവും. നിസ്കരിച്ചു, മറ്റവനെ കുറ്റം പറഞ്ഞു, എന്താ കാര്യം? സദഖ കൊടുത്തു, അത് എടുത്തു പറഞ്ഞു, എന്താ കാര്യം? ബാത്തിലാവും. നോമ്പ് നോറ്റു, മറ്റവനെ കുറെ ആവശ്യമില്ലാത്തത് പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം എന്നതാണ്. നാവ് യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ളതല്ല, മിണ്ടാതിരിക്കാനുള്ളതാണ്. അല്ലാഹു തആല നമുക്ക് നാവ് തന്നിട്ടുള്ളത് സംസാരിക്കാനല്ല. സംസാരിക്കുകയാണെങ്കിലും അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസ് അങ്ങനെയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറാ, പറയുകയാണെങ്കിൽ അവൻ നല്ലത് പറയട്ടെ. നല്ലത് പറയാനല്ലാതെ വാ തുറക്കാൻ പാടില്ല. ഔ ലിയസ്മുത്, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരിക്കുക എന്നുള്ള മൗനവ്രതം. മൗനവ്രതം, മിണ്ടാതിരിക്കുക ഒരുപാട് കാര്യത്തിന്റെ ചികിത്സയാണത്, അല്ലെ? ഒരു കുടുംബ പ്രശ്നത്തിൽ മുണ്ടാതിരുന്ന കുടുംബ പ്രശ്നം ഉണ്ടാവില്ല. സംഘടനാ പ്രശ്നത്തിൽ മുണ്ടാതിരുന്ന ആ പ്രശ്നം ഉണ്ടാവില്ല. ഒരു പ്രശ്നത്തിന് നല്ല കാര്യത്തിനെതിരെ പറയേണ്ടതല്ല പറയണം. നല്ല കാര്യം കാണുമ്പോൾ അത് കൽപ്പിക്കണം. അതൊക്കെ ഇത് പെട്ടതാണ്. നല്ല കാര്യമാണ്. നല്ല കാര്യമാണെങ്കിൽ പറയണം. ഞാൻ ഒന്നും ഉണ്ടില്ല, ഞാൻ വളരെ എല്ലാവരുടെയും നല്ല ആളായിട്ട് നടക്കാനല്ല. വേണ്ടാത്തത് കണ്ടാ പറയണം. അത് അധിപതിക്ക് അതിനാണ് നാവ്. പക്ഷെ ആവശ്യമില്ലാത്തതിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. അതാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിന്റെ ഉദാഹരണം മുസ്ലിമാണ് എന്നതിന്റെ തെളിവ് തർക്കുഹു മാ ലാ യഅ്നിഹി എന്നാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ ഇടപെടൂല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് നാവാണ്. അതുകൊണ്ട് അംസിക് അലൈക ലിസാനിക, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഅന്നക ഇന്നഹു സുഅ്ബാനു. മനുഷ്യ, നാവിനെ സൂക്ഷിക്കണം, അത് നിന്നെ ധ്വംസിക്കും, അത് കൊത്തും. ഇന്നഹു സുഅ്ബാൻ, അത് പാമ്പാണ്. കവികൾ പാടിയിട്ടുണ്ട്, നാവ് ഒരു പാമ്പാണ്. അത്രയും വളരെ സൂക്ഷ്മതയോടുകൂടെ അടുക്കും ചുറ്റോടുകൂടെ ആരും പുറത്ത് ചാടാത്ത രൂപത്തില് ശരിക്ക് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം വേണം. കാരണം നാവ് സൂക്ഷിച്ചാലേ ഖൽബ് നന്നാവുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നാവാണ്. അതുകൊണ്ട് ദിക്ർ, നാവിൽ എപ്പോഴും ദിക്ർ ഉണ്ടാവുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് ദിക്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നാവിൽ എപ്പോഴും ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, ദിക്ർ കൊണ്ട് നാവ് ഇങ്ങനെ നനച്ചു കൊടുക്കണം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അതുകൊണ്ട് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, അള്ളാഹിനോട് പശ്ചാത്തപിക്കുക, നല്ലൊരു മനസ്സ് കിട്ടാൻ വേണ്ടി പശ്ചാത്തപിക്കുക. മനസ്സ് നന്നാ, കാരണം മനസ്സ് ചീത്തയായാൽ അള്ളാഹു അടുക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര പ്രാധാന്യമുള്ള പ്രവാചകനാണ്. പക്ഷെ ഇബ്രാഹിം നബി ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ഇബ്രാഹിം നബിയുടെ ത്യാഗാണ്. ഞാൻ റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ കഴിയോളം ഇബ്രാഹിം നബിന്റെ ത്യാഗാണ് നമ്മൾ പറയല്, കേൾക്കല്, അറിയല്, ആഘോഷിക്കല് ഒക്കെ ഇബ്രാഹിം നബിയാണ്. ആ ഇബ്രാഹിം നബി പറഞ്ഞത് വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, പടച്ചോനെ നാളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എന്നെ നീ വഷളാക്കരുതേ. ഏതാണ് ആ ദിവസം? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ, ആർക്കാണ് അതൊക്കെ ഉപകരിക്കുക? റബ്ബിന്റെ അടുത്ത് ചെന്നവനൊഴികെ ബിഖൽബിൻ സലീം, സംശുദ്ധമായ ഒരു ഹൃദയവുമായിട്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മനുഷ്യന്റെ ഹൃദയം ഒരു വെള്ള പേപ്പർ പോലെയാണ്, വെള്ളക്കടലാസ് പോലെ, ഒരു A4 ഷീറ്റ്, നല്ല വെളുത്തത്. അതിൽ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ കറുത്ത പുള്ളികൾ വീഴും എന്നാണ്. മഷി കൊണ്ട് ഒരു കുത്ത് കുട്ടിയുടെ അടുത്ത് കൊടുത്തു, ഒരു A4 പേപ്പർ, ഒരു പേനയും ഒരു കുട്ടിന്റെ അടുത്ത് കൊടുത്തു, കറുത്ത മഷിയുള്ള പേനയും കൊടുത്താൽ ഓരോ വരക്കും അതങ്ങനെ അതിൽ കുത്തു വീണ് അത് അവസാനം ഒരു കറുത്തതായിട്ട് മാറും. ഹൃദയം കറുത്തു പോകും. റസൂലുള്ളാഹി ഓതി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്യുന്നതെല്ലാം കൂടി അവിടെ ഹൃദയത്തിൽ അങ്ങനെ തുരുമ്പ് പിടിച്ചു, കഴുകിക്കളയുന്നില്ല. അതുകൊണ്ട് കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവര് നാളെ പരലോകത്ത് റബ്ബിൽ നിന്നും മറയിടപ്പെടും. അതുകൊണ്ട് റസൂലിനോട് അല്ലാഹ് പറഞ്ഞു, വസിയാബക ഫതുഹിർ,
നിന്റെ വസ്ത്രത്തിനെ നീ ശുദ്ധിയാക്കണം. അവിടെ വസ്ത്രം എന്നത് ജാഹിലിയ കാലഘട്ടം മുതൽ ഇമ്രുൽ ഖൈസ് ജാഹിലിയ കവിയാണ്. അദ്ദേഹം തന്റെ കാമുകിയോട് പറഞ്ഞിടത്ത്, അറബി ഭാഷ ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പാണ്, കാമുകിയോട് പറഞ്ഞിടത്ത് നിനക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ നീ എന്നെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഇമ്രുൽ ഖൈസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് ഇമ്രുൽ ഖൈസ് പാടിയിട്ടുണ്ട്. അവിടെ സിയാബ് എന്നാണ് ഇമ്രുൽ ഖൈസ് ഹൃദയം എന്നതിന് പ്രയോഗിച്ചത്. ആലോചിച്ച് നോക്കണം, ജാഹിലിയ കാലഘട്ടത്തിൽ ഹൃദയം എന്നതിന് സിയാബ്, അതിന് ഇസ്തിആറ എന്ന് അറബിയിൽ പറയാം. ഒരു വാക്ക് കടെടുത്ത് പറയാം. അറബി സാഹിത്യ ഭംഗി ആസ്വദിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞത് വസിയാബക ഫത്ഹിർ, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധിയാക്കണമെന്ന. അവിടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ആരോടായി പറയണത്? മുഹമ്മദ് നബിയോടാ ഹൃദയത്തെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞു. കാരണം ഹൃദയത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് പിന്നെ മനുഷ്യന്മാര് വരൂല. അത് വസ്ത്രം പോലെയാണ്. ഞാനിപ്പോ ഇന്നൊരു വെള്ളക്കുപ്പായിട്ട് വന്നു. ഈ വെള്ളക്കുപ്പായം ഞാൻ ഇങ്ങനെ തിരുമ്പാതെ ദിവസം ഇട്ടുപടെ വന്ന നിങ്ങൾ ആരും ഇവിടെ ഇരിക്കൂല അല്ലേ? അപ്പൊ ഞാനത് അലക്കണം. ഒരു പുള്ളിയാവുമ്പോ അത് കഴുകിക്കളയണം, അത് വൃത്തിയാക്കണം, അത് ശ്രദ്ധിക്കണം. എന്നാലേ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് എനിക്ക് കയറി വരാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഇല്ലെങ്കിൽ മനുഷ്യന്മാര് വരെ സമീപിക്കൂല. അള്ളാന്റെ അടുത്ത് ഖൽബുൻ സലീം വേണം. നമ്മള് കുറ്റം ചെയ്ത് തുരുമ്പ് പിടിച്ച കല്ലാബൽ റാന, തുരുമ്പ് പിടിച്ചിരിക്കുന്നു. അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തൗബയില്ലാതെ വൃത്തിയാക്കാതെ തുരുമ്പുടിച്ചിട്ടുള്ള ഹൃദയവുമായി റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ, റബ്ബിൽ നിന്നും മറയിടും, റബ്ബ് അടുത്തേക്ക് വരൂല. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യം, മുഅ്മിനീങ്ങൾക്കുള്ള ഓഫർ എന്തെന്ന് വെച്ചാൽ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്തവർക്കൊക്കെ പരലോകത്ത് നന്മ കിട്ടും, പ്ലസ് വസിയാദ, പ്ലസ് ഓഫർ. അതെന്താണെന്നറിയോ? എല്ലാ പണ്ഡിതന്മാരും മുഫസ്സിറുകളും തഫ്സീർ എഴുതിയത് റുഅയത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണും എന്നാണ്. ദുനിയാവിൽ ആരും അല്ലാഹനെ കണ്ടിട്ടില്ല, കാണാൻ കഴിയില്ല. ദുനിയാവിൽ അള്ളാഹനെ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയില്ല. പരലോകത്ത് കിട്ടുന്ന മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓഫർ റുഅയത്തുല്ലാഹ്, അള്ളാഹുവിനെ നേർക്ക് നേരെ കാണും എന്നതാണ്. അതൊന്നും ഉണ്ടാവില്ല, റബ്ബിന്റെ സാമീപ്യം പോലും ഇല്ലാതാകുമെന്ന്. അതുകൊണ്ട് തൗബ ചെയ്ത് നല്ലൊരു മനസ്സോടെ നമ്മൾ ഒരുങ്ങുക. മറ്റൊന്ന് പിന്നെ നോമ്പിനെ കുറിച്ച് പഠിക്കുക. നോമ്പിന്റെ അഹ്കാമുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. ചെറിയ വലിയ വിശ്വാസമൊന്നും വേണ്ട. അങ്ങനെ കുറെ വിശ്വാസുകൾ നോമ്പിന് മാത്രം മനുഷ്യൻ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായി അതിന്റെ ഹുക്കുമകൾ അഹ്കാമുകളൊക്കെ പിന്നെ അറിഞ്ഞിരിക്കണം. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഹജ്ജിനെ കുറിച്ച് പഠിക്കും, നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പലർക്കും നിസ്കാരം അറിയില്ല. പല ആളുകളുടെയും നിസ്കാരത്തില് പഴയ 2ാം ക്ലാസ്സിൽ പഠിച്ച നിസ്കാരം തന്നെ എപ്പോഴും നിസ്കരിക്കണം. അതിന് മാറ്റം വരണം എന്നല്ല, അത് ഓർമ്മല്ല. കൈ കെട്ടുന്നതും കാല് വെക്കണതും സുജൂദിക്ക് പോണതും റുക്കൂയിലേക്ക് പോണതൊക്കെ ഇങ്ങനെ കണ്ടാല് പലപ്പോഴും നമുക്കത് അറിയില്ല, നമ്മൾ പഠിക്കാത്തത് കൊണ്ട്. അപ്പൊ റമദാൻ മാസം അതെങ്കിലും പഠിക്കാനുള്ള ഒരു അവസരമാക്കി. ഏറ്റവും ചുരുങ്ങി റമദാൻ മാസത്തില് നോമ്പിനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല, പക്ഷെ നിസ്കാരത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. നോമ്പിൽ നിസ്കാരമാണല്ലോ, അപ്പൊ നോമ്പിനെ കുറിച്ച് നമ്മൾ നിസ്കാരത്തെ കുറിച്ച് കുറച്ച് പഠിക്കുക. നോമ്പിന്റെ അഹ്കാമുകൾ, ഹുക്കുമുകൾ, വിധിവിലക്കുകളൊക്കെ നമ്മളൊന്ന് പഠിക്കുക. അപ്പൊ അതിനു വേണ്ടി നമ്മൾ തയ്യാറാവുക. മറ്റൊന്ന് നോമ്പ് നോൽക്കാൻ തയ്യാറാവുക. അതിന്റെ പുറമെ ഭക്ഷണം നിയന്ത്രിച്ച് ശീലിക്കുക. ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ജിമ്മും മാക്സവനും എല്ലായിടത്തും പുതിയ പരിപാടിയാണ്. ഇതൊക്കെ ആയിട്ട് നടക്കുക. പറയലുണ്ട്, കുറെ ആളുകൾ വയറ് നിറക്കാൻ വേണ്ടി ഓടുക, കുറെ ആൾക്കാർ വയറ് കുറക്കാൻ വേണ്ടി ഓടുക. ഈ ജാതി പ്രശ്നമൊന്നുമില്ല. ഭക്ഷണം എപ്പോഴും നിയന്ത്രിക്കുക. അള്ളാന്റെ പിന്നെ മാസം ഷെഹറുല്ല എന്ന് പറഞ്ഞ, ഷെഹറുല്ല റമദാന്റെ ഒരു പേരാണ്. ഷെഹറുല്ല എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞ ദിവസമാണ്. നമ്മളിപ്പോ ഒരുങ്ങിയതൊക്കെ തിന്നാനാണ്, അല്ല, നമ്മളെ വീട്ടിൽ ഒരുങ്ങിയത് തിന്നാനാണ്. ഹോട്ടലേര്, പണ്ടൊന്നും ഹോട്ടൽ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഏതെങ്കിലും അമുസ്ലിം സുഹൃത്തു അല്ല പാടത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു പെര കയറ്റിലാണ് ഒരു ഹോട്ടൽ ഉണ്ടാക്കല. എന്നിട്ട് നമ്മളാൾക്കാർ ആരെങ്കിലും പോകണമെങ്കിൽ മാതൃഭൂമി അതിന്റെ ഉള്ളിൽ തന്നെ അല്ലേന്ന് ചോദിച്ചിട്ട് പോയിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഹോട്ടലിൽ 11 മണി മുതൽ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. എല്ലാ ഹോട്ടലും ഓപ്പണാണ്, എല്ലാതിനുള്ള വിഭവങ്ങളും കിട്ടും. അങ്ങനെ കുറ്റം പറയല്ല. ഒരു ഹെറ്റിറാമ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തീറ്റ കൂടി.
പൊരിക്കടികൾ കൂടി, എണ്ണക്കടികൾ കൂടി, ഒന്നും വേണ്ടെന്നല്ല, പക്ഷെ ഒരു മിതമാക്കണം. ഒരു വെറുതെ മെക്സവനും വേണ്ടെന്നല്ല, ഒന്നും വേണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ അതിനൊക്കെ പോയിട്ട് അതിലേറെ ഖിയാമുൽ ലൈലും നിസ്കാരങ്ങളും ഒക്കെ നമുക്കുണ്ട്. കുറച്ച് തീറ്റ കുറച്ചാൽ തിന്നണ്ട എന്ന് പറഞ്ഞ മാസത്തിന് ആലോചിച്ച് നോക്കി. സാധാരണ ഏതെങ്കിലും മാസത്തിന് നമ്മൾ ഇങ്ങനെ തിന്നാൻ ഒരുങ്ങലുണ്ടോ? ഇപ്പൊ നമ്മൾ പൊടി ഉണ്ടാക്കി, മുളകുണ്ടാക്കി, മല്ലി പൊടിപ്പിച്ചു, എല്ലാം ചെയ്തപ്പോ നമ്മളിങ്ങനെ ഒരുങ്ങിയിരിക്കുക. എല്ലായിടത്തും ചെന്നാലും എല്ലാ പെരയിലും മഞ്ഞൾ ഉണക്കുക, മുളക് ഉണക്കുക. പിന്നെ മാനസികമായിട്ട് ഒരുക്കല്ല, ചെതല് തട്ടി, മാറാല തട്ടി, നനച്ചുളിക്കൊക്കെ ഇപ്പൊ ഇവന്റാണ്. 10,000-20,000 കൊടുത്ത കക്കൂസും ബാത്റൂമും ഒക്കെ കജിട്ട് വാരി വൃത്തിയാക്കി തരുന്ന ഇവന്റ് പാർട്ടികളാണ്. പക്ഷെ അവനാന്റെ മനസ്സ് വൃത്തിയാക്കാൻ ഒരു ഇവന്റും ഉണ്ടാവില്ല, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവില്ല. അവനാ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ മനസ്സ് ഞാനാ വൃത്തിയാക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് വൃത്തിയാക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ മനസ്സിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭക്ഷണം നിയന്ത്രിക്കുക, ഭക്ഷണം നിയന്ത്രിച്ചിരിക്കുക. പരലോകത്ത് ഏറ്റവും കൂടുതൽ വിശപ്പനുഭവിക്കുന്ന ആള് ദുന്യാവെന്ന് ഏറ്റവും കൂടുതൽ തിന്നുന്ന ആൾക്കാരായിരിക്കുന്നതാണ്. സഹാബത്തിന്റെ ആരോഗ്യം കണ്ടിട്ട് ആരൊക്കെ ചോദിച്ചറിയാമെന്ന് ചോദിച്ചില്ലേ, എന്താ നിങ്ങൾക്ക് എത്ര വലിയ ആരോഗ്യം എന്ന് ചോദിച്ചപ്പോ ഓര് പറഞ്ഞത് ഞങ്ങൾ ജിമ്മിന് പോയിട്ടൊന്നുമല്ല, ഞങ്ങളൊരു ഖൗമാണ്. ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങൾ വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോ തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല എന്നുള്ള ആലോചിക്കോ. റമദാൻ മാസത്തില് തിന്നണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ രാവിലെ കഴിക്കേണ്ട ആവശ്യമില്ല, ഉച്ചക്ക് കഴിക്കണ്ട, 10 മണിക്ക് വേണ്ട, അസറിന് വേണ്ട, ആകെ മഗ്രിബിക്കും അതിനുശേഷം രാവിലെ അത്താഴത്തിനും മതി. ചെറിയൊരു നിയന്ത്രണം അതിൽ ഏർപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ ആരോഗ്യം നന്നാവാൻ, നോമ്പ് ആരോഗ്യം ഉണ്ടാവാനൊന്നും അല്ല കേട്ടോ. അപ്പോ ഭക്ഷണം നിയന്ത്രിക്കുക. അപ്പൊ നോമ്പിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നതാണ്. എല്ലാറ്റിനും ഒരുങ്ങുന്നത് പോലെ മാനസികമായി നോമ്പിന് വേണ്ടി തയ്യാറെടുക്കുക. അതൊന്നും നിയ്യത്ത് വെക്കരുത്. എന്ത് നോലും പോറ്റാ ഷുഗർ കുറയും, അതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂൽ പറഞ്ഞിട്ടില്ല. നോമ്പ് നോറ്റാ ഷുഗർ കുറയാനാണ്, അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നത് കൊളസ്ട്രോൾ കുറയാനാണ്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊന്നും നമ്മുടെ നിയ്യത്തുമില്ല. നോമ്പ് നോൽക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവാനാണ്, നിങ്ങളെ മനസ്സ് നന്നാവാൻ. അപ്പൊ അതുകൊണ്ട് നോമ്പിന് നമ്മളൊന്ന് ഒരുങ്ങുക, നോമ്പ് നോൽക്കാൻ തയ്യാറാവുക. രാവിലെ മുതൽ വൈകുന്നേരം അതൊന്ന് ശീലിക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഖിയാമുൽ ലൈലിന് തയ്യാറാവുക. പള്ളിക്കമ്മിറ്റിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷെ മനുഷ്യന്മാർ ഒരുങ്ങിയിട്ടില്ല. പള്ളിക്കമ്മിറ്റി നല്ലൊരു വിഹാരിനൊക്കെ കൊടുത്തിട്ട് നല്ല ഓത്തൊക്കെ ആളുകളൊക്കെ കൊടുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിസ്കരിക്കാൻ ആൾക്കാർ വന്നെങ്കിലല്ലേ ഉള്ളൂ. അപ്പൊ പള്ളികൾ സജീവമാകണം. ഖിയാം, രാത്രി നിസ്കാരങ്ങൾ, പള്ളിയിലില്ലെങ്കിൽ വീട്ടിൽ നിന്നാലും നിസ്കരിക്കാം. പക്ഷെ ഖിയാമുൽ ലൈൽ എപ്പോഴും എല്ലാവർക്കും വീട്ടിൽ വെച്ച് നിസ്കരിക്കാം. ഖിയാമുൽ ലൈൽ ജമാഅത്തായിട്ട് പള്ളിയിൽ നിർവഹിക്കല് സുന്നത്തുള്ളത് റമദാൻ മാസത്തിൽ മാത്രമാണ്. സാധാരണ ഖിയാമുൽ ലൈലിൽ ജമാഅത്ത് സുന്നത്തില്ല. എന്നാൽ നോമ്പിന് പള്ളിയിൽ വെച്ച് ഖിയാമുൽ ലൈൽ ജമാഅത്തായിട്ട് ഇമാമിന്റെ കൂടെ ഇമാമും മഅ്മൂമുമായിട്ട് നിസ്കരിക്കാം. അതുകൊണ്ട് അതൊരു പുണ്യമുള്ള കാര്യമാണ്. പള്ളിയിലിരിക്കാം, ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഖുർആൻ നോക്കി ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഖുർആനിനെ ശ്രദ്ധിക്കാം. കാരണം ഷഹറുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടാവും, എല്ലാ പള്ളികളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ മൊബൈലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം